ഹായ്, ഞാൻ അദീബ്. ഷവോമി ഇന്ത്യയിൽ ഒരുപാട് സ്മാർട്ട് ഫോൺ സീരീസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് സ്മാർട്ട് ഫോൺ സീരീസ് ആണ് എംഐയുടെ എ സീരീസ്. ആ ഒരു സീരീസിൽ വന്ന സ്മാർട്ട് ഫോണാണ് MI A1, MI A2, MI A3. ജൂലൈ 2019 MI A3 അവസാനമായിട്ട് ലോഞ്ച് ചെയ്തത്. അതിനുശേഷം MI A സീരീസിൽ ഒരു സ്മാർട്ട് ഫോണും ഇന്നേ വരെ ഷവോമി ലോഞ്ച് ചെയ്തിട്ടില്ല. ഷവോമി സൈലൻ്റ് ആയിട്ട് ആ ഒരു MI A സീരീസ് സ്റ്റോപ്പ് ചെയ്ത് കളഞ്ഞു. എന്തായിരിക്കും അതിൻ്റെ കാരണം? അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെയോട്ട് പോവാം. MIയുടെ A സീരീസിൽ ഉണ്ടായിരുന്ന എല്ലാ സ്മാർട്ട് ഫോൺസും Android 1 പ്രോഗ്രാം വഴിയായിരുന്നു ലോഞ്ച് ചെയ്തിരുന്നത്. Android 1 പ്രോഗ്രാം എന്നാൽ എന്തെന്നുള്ളൊരു സംശയം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. നമ്മൾ മൊബൈൽ OSനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അപ്പോൾ പോയി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഞാൻ ഷോർട്ടായിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. 2014 Android 1 പ്രോഗ്രാം സുന്ദർ പിച്ചെ അനൗൺസ് ചെയ്തത്. ആക്ച്വലി ഈ Android 1 പ്രോഗ്രാം എന്ന് പറയുന്നത് ഗൂഗിളിൻ്റെ നെക്സസ് ഫോണില്ലേ, അതേ കോൺസെപ്റ്റ് തന്നെയാണ് Android 1 പ്രോഗ്രാമും. ഉദാഹരണത്തിന് MIയുടെ A1 എന്നുള്ള ഫോൺ എടുക്കുകയാണെങ്കിൽ ആ ഫോൺ ടോട്ടലായിട്ട് മാനുഫാക്ചർ ചെയ്യുന്നത് ഷവോമിയാണ്. പക്ഷേ അതിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ സൈഡ് എല്ലാം നോക്കുന്നത് ഗൂഗിളാണ്. ഗൂഗിളിൻ്റെ സോഫ്റ്റ്വെയറും ഷവോമിൻ്റെ ഹാർഡ്വെയറും ചേർന്ന് ലോഞ്ച് ചെയ്യുന്ന ഫോൺസാണ് Android 1 പ്രോഗ്രാമിലൂടെ വരുന്നത്. ഈ ഒരു ഫോൺസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ക്ലീൻ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആയിരിക്കും ആ ഒരു ഫോണിൽ ലഭിക്കുക. ബ്ലോട്ട്വേഴ്സും കാര്യങ്ങളും ഒന്നും തന്നെ ആ ഒരു ഫോൺസിൽ ഉണ്ടാവില്ല. ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു UI ആയിരിക്കും Android 1 പ്രോഗ്രാമിലുള്ള ഫോൺസ്. ഷവോമി മാത്രമല്ല, നോക്കിയ, മോട്ടോറോള എല്ലാം Android 1 പ്രോഗ്രാം വഴി ഫോൺസ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. സെപ്റ്റംബർ 2017 MI A1 ലോഞ്ച് ചെയ്തത്. ആ സമയത്ത് റെഡ്മിയിൽ ഉണ്ടായിരുന്ന സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് റെഡ്മി നോട്ട് 4. റെഡ്മി നോട്ട് 4നെ അപേക്ഷിച്ച് ഡിസൈനിൻ്റെ കാര്യത്തിലായാലും സ്പെസിഫിക്കേഷൻസിൻ്റെ കാര്യത്തിലായാലും OSൻ്റെ കാര്യത്തിലായാലും എത്രയോ ബെറ്റർ ആയിരുന്നു MIയുടെ A1. MI A1നെ അപേക്ഷിച്ച് നോക്കുമ്പോൾ റെഡ്മി നോട്ട് 4ൻ്റെ സെയിൽ വളരെ കുറവായിരുന്നു. MI A1ൽ ബെറ്റർ ആയിട്ടുള്ള ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി ഉണ്ടായിരുന്നു. iPhone 7 Plus ഉണ്ടായിരുന്ന പോലത്തെ ഒരു ഡുവൽ ക്യാമറ സെറ്റപ്പിലുള്ള ഡിസൈൻ ആയിരുന്നു MI A1ൽ ഷവോമി കൊണ്ടുവന്നിരുന്നത്. പിന്നെ ആ ഒരു ഫോണിൽ സ്റ്റോക്ക് ആൻഡ്രോയിഡും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളും പ്രിഫർ ചെയ്തത് MI A1 ആയിരുന്നു. ആ സമയത്ത് ഷവോമി ട്വിറ്ററിൽ ഒരു പോൾ ചെയ്തിരുന്നു, MIUI ആണോ Android 1 ആണോ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നുള്ളത്. ഷവോമി എക്സ്പെക്ട് ചെയ്തിരുന്നത് MIUI ആയിരിക്കും ആളുകൾ കൂടുതൽ ഇഷ്ടപ്പെടുക എന്നുള്ളത്. പക്ഷെ നേരെ തിരിച്ചായിരുന്നു ആ പോളിൻ്റെ റിസൾട്ട് വന്നത്. ഏറ്റവും കൂടുതൽ പേര് വോട്ട് ചെയ്തത് Android 1 പ്രോഗ്രാമുള്ള ഫോൺസ് ആണ് ഞങ്ങൾക്ക് ഇഷ്ടം എന്നുള്ള കാര്യമാണ് ഷവോമിനോട് പറഞ്ഞത്. ഷവോമി അപ്പോഴാണ് ഒരു കാര്യം റിയലൈസ് ചെയ്തത്. MI A സീരീസ് ഇനിയും കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ അത് റെഡ്മി ബ്രാൻഡിലുള്ള ഫോൺസിനെ എല്ലാം സാരമായിട്ട് ബാധിക്കും എന്നുള്ള കാര്യം അവർ തിരിച്ചറിയുകയും അതിനുശേഷം വന്ന MI A2, MI A3 ആ ഫോൺസിലൊന്നും കാര്യമായിട്ടുള്ള അപ്ഗ്രേഡേഷൻ ഒന്നും അവർ കൊണ്ടുവന്നിട്ടില്ല. ഓഗസ്റ്റ് 2018 MI A2 വന്നത്. ആ ഒരു ഫോണിൽ SD കാർഡ് സ്ലോട്ട് ഇല്ല. പിന്നെ 3.5 ഹെഡ്ഫോൺ ജാക്കും അവർ എടുത്തു കളഞ്ഞു. ഒരുപാട് ഡൗൺഗ്രേഡ് വെച്ചിട്ടാണ് അവർ MI A2 ലോഞ്ച് ചെയ്തത്. അതിനുശേഷം ജൂലൈ 2019 MI A3 വന്നു. അതിലും ഒരുപാട് സോഫ്റ്റ്വെയർ ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഷവോമി ടോട്ടലായിട്ട് തന്നെ MIയുടെ A സീരീസ് സ്റ്റോപ്പ് ചെയ്ത് കളഞ്ഞു. ശരിക്കും പറയുകയാണെങ്കിൽ MI A1 എന്നുള്ള ആ ഒരു ഫോൺ ആ ഒരു സമയത്ത് ബെസ്റ്റ് സ്മാർട്ട് ഫോൺ ആയിരുന്നു. ഞാനും ആ ഒരു ഫോൺ എടുക്കണം എന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ചില സാങ്കേതിക തടസ്സങ്ങൾ കാരണം എനിക്ക് ആ ഫോൺ എടുക്കാൻ വേണ്ടി സാധിച്ചില്ല. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും MIയുടെ A സീരീസുള്ള സ്മാർട്ട് ഫോണും റെഡ്മി സ്മാർട്ട് ഫോണും ഷവോമിയുടേതല്ലേ? ഈ ഫോൺസൊക്കെ വിറ്റ് കഴിഞ്ഞാൽ ഷവോമിക്ക് എന്തായാലും പ്രോഫിറ്റ് കിട്ടും. അത് MIയുടെ A1 സീരീസുള്ള സ്മാർട്ട് ഫോൺ വിറ്റ് കഴിഞ്ഞാലും പ്രോഫിറ്റ് കിട്ടും, റെഡ്മി സീരീസുള്ള സ്മാർട്ട് ഫോൺ വിറ്റ് കഴിഞ്ഞാലും പ്രോഫിറ്റ് കിട്ടാൻ പോകുന്നത് ഷവോമിക്കാണ്. പിന്നെ എന്തിനാണ് അവർ ഈ ഒരു A സീരീസ് മാത്രം പെർട്ടിക്കുലർ ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാനുള്ള കാരണം ചോദിക്കുകയാണെങ്കിൽ അതിനൊരു കാരണമുണ്ട്. സോഫ്റ്റ്വെയർ ആണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഷവോമി സ്മാർട്ട് ഫോൺ മാനുഫാക്ചർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയായിരുന്നു. അവരുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് ആണ് ഈ MIUI എന്നുള്ള ഒരു സോഫ്റ്റ്വെയർ. ആ സോഫ്റ്റ്വെയർ വഴിയാണ് ഷവോമി കൂടുതലായിട്ടും റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത്. ഷവോമി ഫോൺസ് സെയിൽ ചെയ്യുന്നത് വഴി മാത്രമല്ല പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. ഷവോമി ഒരു ഫോൺ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടൈമിൽ മാത്രമാണ് അവർക്ക് ആ ഒരു പ്രോഫിറ്റ് കിട്ടുന്നത്. ഷവോമിയുടെ മെയിൻ റവന്യൂ എന്ന് പറയുന്നത് അവരുടെ MIUI തന്നെയാണ്. ആ ഒരു UIയിൽ കാണിക്കുന്ന ആഡ്സ്, പിന്നെ ബ്ലോട്ട്വെയർസ്, പ്രീ ഇൻസ്റ്റാൾഡ് ആപ്സ്, ഇതൊക്കെ വഴിയാണ് ഷവോമി റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത്. Android 1 പ്രോഗ്രാമിലൂടെ ഫോൺസ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഷവോമിക്ക് കിട്ടുന്ന ഒരു തിരിച്ചടി എന്ന് പറയുന്നത് ആ ഒരു OSൽ
അവർക്ക് ബ്ലോട്ട്വെയർസോ പ്രീ ഇൻസ്റ്റാൾഡ് ആപ്സോ ആഡ്സോ ഒന്നും തന്നെ കാണിക്കാൻ വേണ്ടി സാധിക്കില്ല. ഫോൺ സെയിൽ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു പ്രോഫിറ്റ് മാത്രമാണ് MI സീരീസ് സെയിൽ ചെയ്താൽ അവർക്ക് കിട്ടാൻ പോകുന്നത്. മറിച്ച് MI UI വരുന്ന ഫോൺസ് സെയിൽ ചെയ്യുകയാണെങ്കിൽ ഫോൺസ് സെയിൽ ചെയ്യുമ്പോൾ അവർക്ക് പ്രോഫിറ്റ് കിട്ടും. പിന്നെ ആ ഫോൺസ് യൂസ് ചെയ്യുന്ന കാലത്തോളം Xiaomi ആ ഫോൺസിലുള്ള UI വെച്ചിട്ട് പണം ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ MI സീരീസുള്ള സ്മാർട്ട് ഫോൺസ് ടോട്ടലായിട്ട് തന്നെ അവർ സ്റ്റോപ്പ് ചെയ്ത് കളഞ്ഞു. പക്ഷേ ഒഫീഷ്യലായിട്ടുള്ള കൺഫർമേഷൻ ഇതുവരെയായിട്ട് വന്നില്ല. മേ ബി ഭാവിയിൽ വരുമായിരിക്കും, വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇപ്പോൾ ആ ഒരു സീരീസിൻ്റെ ബ്രാൻഡിങ് റെഡ്മിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് റെഡ്മി A1 എന്നുള്ളൊരു ഫോൺ ലോഞ്ച് ചെയ്തിരുന്നു. അതിലും ക്ലീൻ ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡാണ് വരുന്നത്. ആൻഡ്രോയിഡ് ഗോ എഡിഷനാണ് വരുന്നത്. അതൊരു ബഡ്ജറ്റ് റേഞ്ചിലുള്ള സ്മാർട്ട് ഫോണാണ്. ഏകദേശം 6500 രൂപയാണ് ആ ഫോണിൻ്റെ പ്രൈസ് വരുന്നത്. ആ ഫോണിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ പോയി ചെക്ക് ചെയ്ത് നോക്കുക. ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഷവോമിയുടെ MI UI വരുന്ന ഫോൺസ് ആണോ ഇഷ്ടം, അതോ സ്റ്റോക്ക് ആൻഡ്രോയിഡ് വരുന്ന ഫോൺസ് ആണോ ഇഷ്ടം എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. ബൈ.